തിരുവനന്തപുരം കേശവദാസ് വരുന്ന കഷ്ടിച്ച് 3/4 കിലോമീറ്റർ മാത്രം മാറി 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കും തടിയും അതുപോലെ തന്നെ പ്രീമിയം ബ്രാൻഡ്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വീട് നിങ്ങൾ കാണുമ്പോഴത്തേക്കും വിചാരിക്കുന്നുണ്ടാവും എന്തായാലും വില ഒരു 2.25 കോടി രൂപയ്ക്ക് മേളിലോട്ടൊക്കെ പോകുന്നല്ലേ. അപ്പോൾ അതിലും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മോസ്ക് ലൈൻ വഴിയോ കൊച്ചുള്ളൂരിൽ നിന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് താഴെ ഒരു വയലുണ്ട്, ആ വയലിൻ്റെ കരയിൽ വന്ന് നിൽക്കും. ആ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും നമുക്ക് നേരെ മേളിലോട്ട് കാണുന്ന വഴിക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. നിലവിലിപ്പോൾ അവിടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ദേവസ്വം ലൈൻ വഴിയോ പാറോട്ടോണത്ത് നിന്നോ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇപ്പം നിലവിൽ വരാവുന്നതാണ്. ദേവസ്വം ലൈൻ വഴി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വയലുണ്ട്, വയൽ ക്രോസ് ചെയ്ത് റോഡ് ഇങ്ങനെ ഉണ്ട്, അത് ക്രോസ് ചെയ്ത് വന്നിട്ട് ലെഫ്റ്റിലേക്ക് കയറുക, ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു സിമിലർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം വരുന്നത്. 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. ശരിക്കും ഇത് 2 യൂണിറ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഈ വീട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ടാണ് സൈഡിലൂടെ ഒരു സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മുൻവശത്തുള്ള വാതിൽ അതുപോലെ തന്നെ കട്ടള ഇതെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗേറ്റ് വന്നിട്ട് ഓട്ടോമാറ്റഡ് ആണ്, അത് പറയാൻ പറ്റും. ഇവിടെ ആണെങ്കിലും ഇതുപോലുള്ള ലോക്ക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതുപോലെ മുൻവശത്തുള്ള വാതിലിൻ്റെ എല്ലാം പാളികൾ, ജനലിൻ്റെ പാളി ഇതെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ്. കട്ടള എല്ലാം തന്നെ ആഞ്ഞിലിയിലാണ്. നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഐഡിയ കിട്ടും. സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. ഇതിനായി ഇതുപോലെ തിരിച്ച് വയ്ക്കാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഡൈനിങ്ങിലിരുന്നോ ഈ ഭാഗത്തിരുന്നോ നമുക്ക് TV കാണാൻ സാധിക്കും. കിച്ചണൊക്കെ നോക്കുമ്പോഴത്തേക്കും ഗ്രാൻഡാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആണ്. ഇതെല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇത് ഫാബറിൻ്റെ ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം തന്നെ പുൾ ഔട്ട്സ് കാണാം. ഈ ഭാഗത്ത് ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വർക്ക് ഏരിയ കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാഫിനും അല്ലെങ്കിൽ സെർവൻസിനും അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇതാ കിണറുണ്ട്. അതുപോലെ പൈപ്പ് കണക്ഷൻ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. ഗ്യാസ് ഊറ്റി വയ്ക്കാനുള്ള കേജെല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ 2 ബെഡ്റൂംസ് ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതിന് വരുന്നത് ഇതുപോലെ ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാർ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രീമിയം രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടെന്ന് തന്നെ പറയാനാവും. നമുക്ക് താഴത്തെ നിലയിൽ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്, മാസ്റ്റർ ബെഡ്റൂം. അതിനകത്ത് ഓൾറെഡി കോട്ടിൻ്റെ വർക്ക്, അതായത് കട്ടിലെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വലിയൊരു കബോർഡ് വർക്ക് കാണാം. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ജാഗ്വാർ, ഗ്രോഹെ തുടങ്ങിയ പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്താണെങ്കിലും നമ്മുടെ ഒരു വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. വീടിനുള്ളിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഡോറങ്ങ് ക്ലോസ് ചെയ്ത് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒറ്റ യൂണിറ്റായിട്ട് തന്നെ ഉപയോഗിക്കാം. ആ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 സെപ്പറേറ്റ് 2 ഫാമിലിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആയിട്ടൊരു ലിവിങ് സ്പേസ് ഉണ്ട്. നമ്മുടെ ബാൽക്കണിയിലേക്ക് പുറത്തൂടെ സ്റ്റേഴ്സ് വഴി ഇതിനകത്തേക്ക് എൻട്രൻസ് സെപ്പറേറ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് TV യൂണിറ്റ് വയ്ക്കാം. ഇത് നമ്മുടെ വാഷ് ഏരിയ. ഇവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് ഇപ്പുറത്തേക്കാണ് കിച്ചൺ ആക്കിയിട്ടുള്ളത്. ഇത് പോകെ നമുക്ക് ഈ ഭാഗത്തായിട്ടും ഒരു വാഷ് ഏരിയ ഒരു വർക്ക് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ് കേട്ടോ. ജാഗ്വാർ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാർ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഈ റൂമിലായാലും നമുക്ക് ഇവിടെ ഫുൾ ഹൈറ്റിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയാലും സ്റ്റോറേജ് ചുമരിനുള്ളിലാക്കി എടുത്തിട്ടുണ്ട്. അതിൽ മിറർ കൊടുത്ത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ആ ഒരു ഏരിയയിലായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് താഴത്ത് കണ്ടതുപോലെ തന്നെ പാർട്ടീഷനെല്ലാം ചെയ്ത് നീറ്റ് ആക്കിയിട്ടുള്ള ബാത്റൂമാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇതിൻ്റെ വിലയ്ക്കായി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്ത ഇത്രയും വലിയൊരു വീട്, അതും പ്രത്യേകിച്ച് കേശവദാസുരം ജംഗ്ഷന് സമീപത്തേക്ക് ആകുമ്പോഴത്തേക്കും ചോദിക്കുന്ന വില ഒരു 2.25 മേളിലോട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിന് ചോദിച്ചിട്ടുള്ളത് 1,80,00,000 രൂപയാണ്. നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൈസാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുള്ള നല്ല പ്രീമിയം ലൊക്കേഷൻ. മിസ്സാക്കണ്ട. നേരിട്ട് ഉടമയെ വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,80,00,000 രൂപയാണ്.